ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബട്ടർ ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ്, അത് ചെറുതാക്കി അരിഞ്ഞതാണ്. നമുക്കതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ജീരകം ചതച്ചത്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് എന്നിവ ഇട്ടിട്ടൊന്ന് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുളക് പൊടി ഒക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ട് നമുക്കിതൊന്ന് ചിക്കൻ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ ചിക്കനിലേക്കും നമ്മുടെ ഈ മസാലകൾ എത്തുന്ന രീതിയിലേക്ക് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കൻ ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വയ്ക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പണി നോക്കാം. അപ്പോൾ നമ്മുടെ അതായ ശേഷം നമ്മൾ പാനിലോട്ട് 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിലോട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ചിക്കൻ മൊരിഞ്ഞ് വന്ന ശേഷം നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം. ബ്രൗൺ കളർ ഒന്ന് മൊരിഞ്ഞ് വരണം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ജീരകം ചതച്ചത്, കാഷ്യൂ, തക്കാളി, ഉള്ളി ഇതിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ച ഓയിലോട്ട് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി വഴന്ന് വന്ന ശേഷം നമുക്ക് അതൊന്ന് പച്ചമണം മാറുമ്പോൾ നമുക്ക് ആവശ്യത്തിന് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇതൊന്ന് നല്ലവണ്ണം വഴഞ്ഞു വന്ന ശേഷം നമുക്ക് ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ടുള്ള മസാല പൊടികൾ നോക്കാം. കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ഇട്ടിട്ട് നമുക്കിതൊന്ന് മസാലപ്പൊടികൾ ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റെടുക്കാം. മസാലപ്പൊടികൾ ആവശ്യത്തിന് ഇട്ടാൽ മതി. നമ്മൾ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്ക് തിളച്ച് വന്ന ശേഷം നല്ല ചൂടാറിയ ശേഷം മാത്രം മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. ചൂടാറിയ ശേഷം മാത്രം ചെയ്താൽ മതി. നല്ല തണുക്കണം. ഇനി നമുക്ക് അടിച്ചെടുത്തതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് നല്ല പേസ്റ്റ് ഒന്ന് ലൂസായി മാറണം. അപ്പോൾ നമുക്ക് ഇനി ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് തള വരുമ്പോൾ നമുക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഫ്രഷ് ക്രീം, കസൂരി മേത്തി, പിന്നെ നമ്മൾക്ക് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ ഓഫ് ബട്ടറും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് ഷുഗറും ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.